ഇത് ബീച്ചിൽ മനസ്സമാധാനം കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരുത്തരാണ് നമ്മളോട്ട് ഓട്ടിക്കാണ് മച്ചന്മാരെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന്. കാരണം എനിക്ക് പേടിയാണ്. ഒന്നാമത് നമ്മളെ കൂടെ ഫ്രാങ്ക്ലിൻ കാണാൻ പോലും ഇല്ല. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം സ്പീഡിന് ഓടി പാവപ്പെട്ടും കിളവനായിക്കൊണ്ട് കുറേ ദൂരമൊക്കെ ഓടിയപ്പോഴത്തേക്ക് അയാൾ മടുത്ത് മച്ചന്മാരെ. എന്തായാലും ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നുകൊണ്ട് തന്നെ ഇവിടെ കോള് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും പുള്ളിക്കാരൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വീട്ടിലോട്ട് പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അയാൾ തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫ്രാങ്ക്ലിനാണ് മറ്റുള്ള റഷീദ് ഖാനെ ഇടിച്ച് പപ്പടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് നൈസായിട്ട് പോകാം. കാരണം വീട്ടിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, ഗസ്റ്റ് വന്നിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് മെസ്സേജിൽ. അപ്പോൾ നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ മോട്ടും പത്തിലും ഒക്കെ വീട്ടിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും രാവിലെ കുറച്ച് വെയിലുള്ള വേണ്ടി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ വണ്ടിയും കൊണ്ട് ഈ ഒരു വണ്ടിയും കൊണ്ട് പോയാൽ ഇനി എന്ത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് ഫ്രാങ്ക്ലിൻ അണ്ണനെ വീട്ടിൽ പോകും. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താണ് പ്ലാൻ കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് പോകാം. കഴിഞ്ഞ വട്ടം പോയൊരു ട്രിപ്പും കാലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ജസ്റ്റ് കണ്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു വീഡിയോ കാലൊക്കെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായങ്ങൾ കാലൊക്കെ പറയാം ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു സുപ്ര എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. സുപ്ര കിട്ടിലാണ്, ഫുള്ളി മോഡാണ്. അപ്പം ഈ ഒരു സുപ്ര കിട്ടിയതിൻ്റെ കഥ അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ തന്നെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. സോ അതൊരു കിടിലം പോലത്തെ ഒരു സ്റ്റോറിയും കാലൊക്കെ ആയിരുന്നു. സോ ആ ഒരു വീഡിയോ നമ്മളെന്തായാലും ഈ ഒരു വീഡിയോയുടെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഫ്രാങ്ക്ലിൻ അണ്ണൻ്റെ അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ എന്തൊക്കെയാണ് പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് എന്നാലും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡും കാലൊക്കെ ഉണ്ട്. പിന്നെ സൈലൻസർ ആണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബാക്കിലാരും സ്പോയിലർ ആവട്ടെ, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ മുകളിലുള്ള ചെറിയൊരു അനിമേഷന് കാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഈ ഒരു കാറ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവാൻ സഹായിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ പറയാം. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഫ്രണ്ടിലൊന്നും ആരെയും കാണുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ടായിരിക്കും മിക്കവാറും കാണുന്നത്. ഫ്രാങ്ക്ലിനാണ് ഇവിടെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണ് മോട്ടും പത്തിലും പിഞ്ചാനും കിടന്ന് ഡാൻസ് കളിക്കുന്നത്. നമ്മളെ ഫ്രാങ്ക്ലിനാണ് തബല ഒട്ടുന്നത്. ഗൈസ് എന്തോ വലിയ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇറങ്ങി ചോദിക്കാം, ഈ കിളവൻ എന്ത് പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. എടോ ഫ്രാങ്ക്ലിനാണ്, എന്താണ് ഇവിടെ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്? എടാ ഷിൻചാനെ, നീ എന്നെ തള്ളിയിട്ട് കൊല്ലുവാടാ. ഇന്ന് നമ്മളെ മോട്ടുവിന്റെ ബർത്ത്ഡേ ആണ്. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് പിഞ്ചാൻ ആൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, പിഞ്ചാൻ ഇവിടെ കിടന്ന് ഡാൻസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മളെ ഫ്രാങ്ക്ലിനെ നൈസോട് തബലയൊക്കെ എടുത്തോട്ട് പാട്ടും പാടി അത് ശരി, ഈ പിഞ്ചാനിട്ടാണെങ്കിൽ ഇടിക്കാനും പറ്റുന്നില്ല. അല്ലെങ്കിൽ പിന്നെ രണ്ട് ഇടി കൊടുത്ത് അവനെ തറ കിടത്തായിരുന്നു. ഇവൻ കിടന്ന് ഡാൻസ് കളിയാണല്ലോ. ഇതെന്തൊരു ഡാൻസ് നിർത്താത്തത് ഇവൻ? നമ്മളെ മോട്ടോണന് നല്ല ഹാപ്പിയിലാണ് നല്ല തോന്നുന്നത്. ഏതാ സ്റ്റെപ്പ് ഗൈസ്? എന്തായാലും നമുക്ക് ബാക്കിലോട്ടൊക്കെ ഒന്ന് പോയി സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുളിച്ചിട്ട് വന്നാലോ? ഫ്രാങ്ക്ലിനാണ് കുറേ നാളായില്ല അങ്ങോട്ട് വന്നിട്ട്. ഇതെന്താണ് പിന്നെയും തബലെടുത്ത് കളിക്കുന്നത്? ഫ്രാങ്ക്ലിൻ നമുക്കൊരു കാര്യം ചെയ്യാം. ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് കുറച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട് പിന്നെ നമുക്ക് ട്രിപ്പും കാലൊക്കെ പാർട്ടിയും കാലൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ട്രിപ്പ് ഒന്നും ഇല്ല, എന്നാലും നമുക്കൊരു ചെറിയ പാർട്ടി കണ്ടക്ട് ചെയ്യാം. കാരണം മോട്ടുവിന്റെ ബർത്ത്ഡേ കാലല്ലേ. നീ എന്തായാലും അങ്ങോട്ട് പോയി, ഞങ്ങൾ പുറകെ വന്നേക്കാം. ഇതെന്താ ആരെയും കാണാതെ? ഇനി അവർ അകത്തോട്ടല്ല കയറി കാണും. എന്നെ പറ്റിച്ചിട്ട് വല്ല പരിപാടി ഒപ്പിക്കാനായിരിക്കും. എന്തായാലും നമുക്ക് ഒരു കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അവർ വരുമോ ഇല്ലയോ നോക്കട്ടെ. ഇന്നിവിടെ ആണെങ്കിൽ ഫ്രാങ്ക്ലിനും ഷിൻചാനും പിഞ്ചാനും എന്തോ വലിയ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തേക്കാണ്. ഈ പാർട്ടിയെല്ലാം കൊള്ളാക്കി അവന്മാരെല്ലാരും തലമന്തി ഗ്രാനി അടിച്ചു പൊട്ടിച്ച്. കുറെ നാളുണ്ട് ഇവനൊക്കെ നോട്ടൊട്ടിച്ചേക്ക്. എന്തു ഇവനൊക്കെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഇന്ന് എന്തായാലും അവന്മാർ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. നോക്കട്ടെ. ആദ്യം തന്നെ ആരും ഫ്രാങ്ക്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബാറ്റ് വെച്ച് അവന്റെ തല പൊട്ടിക്കണം. പിന്നെ ആൾക്കാരെ കാണുകയും മിക്കവാറും ഷിൻചാനെ കുറെ കൂട്ടുകാരനൊക്കെ വന്ന് കാണാടിക്കും ഇവന്റെ വീട്ടില്. അവന്റെ കൂട്ടുകാർ ഇതാരാണ് നിൽക്കുന്ന മോട്ടുവരെ എന്നെനിക്ക് തോന്നുന്നു. മോട്ടിന്റെ ബർത്ത്ഡേ ആണ്. മോട്ടിന്റെ ബർത്ത്ഡേ ആയിട്ട് ഇവന്റെ തലവണ്ട അടിച്ച് കുട്ടി ആദ്യം തന്നെ. പിന്നെ അവനൊരു ഗിഫ്റ്റ് ആവട്ടെ. എനിക്ക് വേറെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഏടാ മോട്ടു എന്താണ് നോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് എങ്ങോട്ടടിയിട്ട് പേടിക്കടാ. ഞാൻ വന്നിട്ട് വേണം പേടിക്കാത്തടി. ഈ ബാറ്റിന് അടിയിട്ടിന് ചാവൂടെ. പോയേ ചേച്ചി, ഈ ഉണക്ക ബാറ്റിനൊന്നും അടിച്ചാൽ ഞാൻ ചാവത്തില്ല. എന്റെ തലമണ്ട ഉണ്ടോ? ഈ തലമണ്ടയിൽ പോറൽ ഒരു വെക്കത്തില്ല. അത് ഉറപ്പുള്ള കാര്യം. ഈ മൊട്ടത്തലയും മോട്ടൂടെ നമ്മളങ്ങ് പുച്ചായിരുന്നു. അവരുടെ തലമണ്ട അടിച്ചു കൂട്ടി അവനെ ഉറവയ്ക്കിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ വിചാരിക്കണം ഇവനൊക്കെ ഇവിടുന്ന് എഴുന്നേക്കണം. ഇനി ആരൊക്കെ കൊല്ലണമെന്ന് നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ടത്. ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. മൺഡേയിൽ എഴുതി നോക്കാം. വീട്ടാ മൺഡേയിലായിരിക്കും മിക്കവാറും ഫ്രാങ്കിൽ നിൽക്കുന്നത്. ഫ്രാങ്കിന്റെ റൂം അവിടെയാണെന്നാണ് തോന്നുന്നത്. അവൻ കഴിഞ്ഞ വട്ടം വന്നപ്പോഴേക്കും അവൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതാരാണ് അവിടെ എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാരാണ് അടുത്ത മുട്ടത്തല? ഇതെല്ലാം മുട്ടത്തലയന്മാരാണ്. ഇത് പത്രുവാണെന്നാണ് തോന്നുന്നത്. പത്രുവിന്റെ തല അടിച്ചോണ്ടിരുന്നത്. അതിന്റെ ബാറ്റാണെങ്കിൽ അവന്റെ പിറത്തേക്ക് കയറുന്നത്. ഏടാ പത്രു അവിടെ നിൽക്കണം. പൊന്ന് ഗ്രാനിക്കളത് നിങ്ങൾക്ക് പറ്റുന്ന പണി ചെയ്താൽ വരെ ഒന്നുമില്ലെങ്കിൽ കുറെ പ്രായമായില്ലേ. ഇതൊക്കെ നിർത്താറായില്ലേ. ഈ ബാറ്റിനൊന്നും അടിച്ചാൽ എന്റെ തലയൊന്നും പൊട്ടത്തില്ല. നിങ്ങളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ശശിയാവത്തുള്ളൂ. ഞാനൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിൽ കേക്ക് നിന്നിട്ട് നിങ്ങൾ കോട്ടുവ ഇട്ടിട്ട് പോ. അല്ലാതെ വേറെ ഒന്നും നിന്നെ കൊണ്ട് നടക്കത്തില്ല. ഇത് എങ്ങോട്ടാ അടിക്കുന്നത്? ഈ പത്രുവിന്റെ അഹങ്കാരം ഞാനങ്ങ് തീർത്തോടുകൂടാ. ഇവനെ ഞാനങ്ങ് മയക്കി കിടത്തിട്ടുണ്ട്. അവൻ എന്നോട് പറയാം കേക്ക് കോട്ടോടിട്ട് പോകും. ഇത്ര ധൈര്യം വന്നു. ഒരു പ്രേതാണെന്നോ ഇത് പേടി പോലും ഒരു ഇമ്മാർക്കാണ് കേട്ടോ. ഈ ഇടയ്ക്കായിട്ട് ഇമ്മാർക്കൊന്നും എന്നെ ഒട്ടും പേടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പേരുന്നത്.
അടുത്ത വെട്ടും വരുമ്പോഴേക്കും ഞാൻ ഗ്രാൻഡ് പേനോടെ കൊണ്ടുവരും. ഗ്രാൻഡ് പേയും ഞാനും കൂടെ ആകുമ്പോഴേക്കും ഇവനൊക്കെ കുറച്ചുകൂടെ പേടിക്കായിരിക്കും. ഞാനായിക്കൊണ്ടിറക്കി ഇവനൊന്നും ഇത്ര പേടിയാണ്. പക്ഷെ ഇവന്റെ പേടിയൊക്കെ ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുക്കും. ഇത് ആരാണ് നിൽക്കുന്നത്? നമ്മളെ ഫ്രാങ്ക്ലിനാണ്. ഫ്രാങ്ക്ലിനെയും കൂടെ നമുക്ക് അങ്ങ് അടിച്ചു പോന്നേക്കാം. ഇവൻ എന്താണ് ശരി എന്നാ ഇവനിവിടെ വൃത്തിയാക്കണം. ഇവനൊന്നും കൂസിലില്ല കേട്ടോ. നമ്മൾ എത്ര അടി അടിച്ചാലും പിന്നെയും തുടച്ചോണ്ടിരിക്കണം കേട്ടോ. ഗ്രാനിക്കുള്ളവയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ഓരോ നല്ല ദിവസമായിട്ട് ചുമ്മാ കൊതുവിനടിക്കാൻ വേണ്ടി ബാറ്റും കൊണ്ട് വന്നേക്കാണ്. ഒരടിയെങ്കിലും പെറുത്തു. ഇനി ഒരിക്കലും എന്തായാലും അവൻ അതാണൊക്കെ പറയത്തില്ല. ഫ്രാങ്ക്ലിനെ നമ്മൾ അങ്ങ് ഉറക്കിയിട്ടുണ്ട്. ഈ മിനി ഷിൻജാനും ഉണ്ട് പിഞ്ചാനും ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ നമുക്ക് എന്തായാലും ഇവിടെ തപ്പിട്ട് വരാം. ഇതിപ്പോ കുറെ നേരമായി നമ്മളാണ് ഫ്രാങ്ക്ലിനാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും കാണുന്നില്ല. ഇവരിനി അകത്ത് കയറി കാണുമോ? നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോയി കയറി നോക്കിയിട്ട് വരാം. അല്ലെങ്കിൽ പണ്ട് എങ്ങനെയാണ് ഫ്രാങ്ക്ലിനെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് പിന്നെ പറ്റിക്കും. ഇങ്ങനെ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുത്തതേ ഇല്ല. ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യാറ്. ഇതെന്താണ് പിഞ്ചാൻ എന്തോ എന്തിനിങ്ങനെ ഓടണം? എടാ ഷിൻജാനെ ഒന്നും പറയണ്ടടാ. നമ്മൾ ഫ്രാങ്ക്ലിനായി മോട്ടോനെയും പത്തുലോനെയും എല്ലാം ഗ്രാനി ഉറക്കിടത്തേക്ക് നീങ്ങ് വന്നേ. നമുക്ക് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകണം. എടാ പിഞ്ചാനെ നമ്മളിനി എങ്ങോട്ട് പോകാൻ അപ്പോഴേ പറഞ്ഞ് എൻ്റെ കൂടെ വരണേന്ന്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കൈസ്, നമുക്കാണെങ്കിൽ മാജിക് മുത്തശ്ശൻ്റെ അങ്ങോട്ട് പോകാം. മാജിക് മുത്തശ്ശൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാൽ പുള്ളിക്കാരൻ സഹായിക്കാതിരിക്കത്തില്ലായിരിക്കും. എവിടെയാണ് വീടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമുക്കെന്തായാലും ആ ഒരു മലമുകളിലും ആ ഒരു സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും പുള്ളിക്കാരെ ഇരിക്കുന്നത് കൈസ്. എനിക്ക് അറിയത്തില്ല. കുറേ നാളായി പുള്ളിയുടെ ഒരു സഹായം കാലൊക്കെ തേടി. എന്തുണ്ടെങ്കിലും വിളിക്കാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ നമുക്കങ്ങനെ ശല്യപ്പെടുത്തുന്ന ഒരു മോശമായിക്കൊണ്ടാണ്. കമലപ്രേതനൊക്കെ കഴിഞ്ഞ വട്ടം നമ്മളെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്ത മാജിക് മുത്തശ്ശനായിരിക്കും. സോ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിന് അത്ര വലിയ ശല്യങ്ങളും കാലമൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഗ്രാനിന് ഇതുവരെ നമുക്ക് പൂട്ടാൻ പറ്റില്ല. കാരണം ഗ്രാനി ഇങ്ങനെയൊക്കെ വരും, ഇതുപോലെയൊക്കെ സംഭവിക്കും നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇനി മാജിക് മുത്തച്ഛൻ ഹെൽപ്പും കാലൊക്കെ ചോദിച്ചേ പറ്റത്തുള്ളൂ. ഷിൻജാനെ എന്തായാലും മാജിക് മുത്തച്ഛൻ എവിടെ ആയിരിക്കും എന്നൊക്കെ എനിക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു റൂട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ ആ ഒരു മിലിറ്ററി ബേസിന്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോഴേക്കുമാണ് അതിന്റെ സൈഡിലൊക്കെ ആയിട്ട് നോക്കുക. അവിടെ എവിടെയാണ്ടാണ് മാജിക് മുത്തച്ഛൻ മിക്കവാറും ഇന്ന് കാണുന്നത്. ഇന്നിപ്പോൾ ഏത് ദിവസമാണ്? ദിവസം അനുസരിച്ചായിരിക്കും. ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് പുള്ളിക്കാർ ഇരിക്കാറ്. എന്തായാലും മോൺചില്ലിയാടിലൊന്നും പോകാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് എടാ പിഞ്ചാനെ നീ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൊക്കേഷനിലൊക്കെ എത്തിയിട്ടുണ്ടോ? ഇതിന്റെ താഴോട്ട് പോകുമ്പോഴാണ് മാജിക് മുത്തച്ഛൻ ഇവിടെ എവിടെയെങ്കിലും കാണാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഏതെങ്കിലും കല്ലിന്റെ മണ്ടയിലൊക്കെ ആയിരിക്കും മിക്കപ്പോഴും മാജിക് മുത്തച്ഛൻ കയറി ഇരിക്കാറ്. അതുകൊണ്ട് തന്നെ അതോ അവിടെ മണ്ടയിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇവിടെ നിൽക്കാം. മുകളിലോട്ട് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ആയിരിക്കും. എന്നെ അറിയാം, ഇതിനു മുമ്പ് നമ്മൾ കുറേ വട്ടം ഇവിടെ വന്നുകൊണ്ട് പുള്ളിക്ക് നമ്മൾ എന്തായാലും മനസ്സിലാവാതിരിക്കത്തില്ല. എന്തായാലും പിഞ്ചാനെ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. നമുക്ക് എന്തായാലും ഹെൽപ്പും കാലൊക്കെ ചോദിക്കാം. ഇവിടുന്ന് വിളിച്ചാൽ അങ്ങ് മാജിക് മുത്തച്ഛൻ കേൾക്കുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ഇവിടുന്ന് പറയുന്നതും അവിടുന്ന് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഐശ്വര്യം കാലൊക്കെ ഉള്ളതാണ്. സോ ഗൈസ് എവിടെ പോയിടാ? മാജിക് മുത്തച്ഛനെ കാണുന്നില്ല. പുള്ളിക്കാരൻ പോയോ? അയ്യോ, നമ്മളിനി എങ്ങനെ ഹെൽപ്പ് ചെയ്യൂടാ മാജിക് മുത്തച്ഛൻ? നമ്മൾ പണി പാളിയെന്നാടാ തോന്നുന്നത്. ഷിൻജാൻ, നിങ്ങൾ അതാലോചിച്ചൊന്നും പേടിക്കണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേട്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്തോ ഹെൽപ്പ് വേണമല്ലോ, അതിനുവേണ്ടി ആയിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങോട്ട് അത് വന്നിരിക്കുന്നത്. പിന്നെ മാജിക് മുത്തച്ഛ, ഞങ്ങളെ വീട്ടിലാണെങ്കിൽ ഗ്രാനി വന്നിട്ട് നമ്മളെ ഫ്രാങ്ക്ലിനെയും മോട്ടും പത്തുലൂനെയും അവരെല്ലാം ശല്യപ്പെടുത്തി അവിടെ കിടത്തിരിക്കുകയാണ്. അപ്പം മാജിക് മുത്തച്ഛൻ വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. എങ്ങനെയും ഗ്രാനിയെ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ച് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാൻ പോലും ഓ, പറ്റത്തില്ല. അതായിരുന്നല്ലേ കാര്യം. നമുക്കെന്നൊരു കാര്യം ചെയ്യാം. ഇന്നത്തോടു കൂടി തന്നെ ഗ്രാനീന്റെ ഇങ്ങനത്തുള്ള പരിപാടികളൊക്കെ നമുക്ക് അവസാനിപ്പിച്ച് കൊടുത്തേക്കാം. ഇന്നെന്തായാലും അവൾ അന്ത്യമായിരിക്കും. ഞാൻ എന്തായാലും നിന്റെ വീട്ടിലോട്ട് വരാം. നീ വീട്ടിലോട്ട് എന്തായാലും ചെന്നേക്കും. പിന്നെ അവളും മയക്കി കിടത്തേക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൊന്നിട്ടേക്കുന്ന ആൾക്കാരെ കാര്യം നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം. ഗ്രാനിയെ വിളിച്ചു വരുത്തിട്ട് അവളെ നമുക്ക് എന്തായാലും ഇന്ന് പൂട്ടിയിട്ട് തന്നെയുള്ള വേറെ കാര്യം. നിങ്ങൾ ജസ്റ്റ് വീട്ടിലോട്ട് പോയിക്കും. നിങ്ങളെ പുറകെ ഞാനങ്ങ് വന്നു. ഗൈസ് എന്തായാലും മാജിക് മുത്തച്ഛൻ നമുക്കൊരു ഉറപ്പ് വന്നുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ വീട്ടിലോട്ട് പോകാം. പിന്നെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി എന്താണ് പുള്ളിക്കാരൻ പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ മായാജാലങ്ങൾ മാജിക് മുത്തച്ഛൻ കാണിക്കാതിരിക്കത്തില്ലായിരിക്കും. ഇനി ഒരിക്കലും ഗ്രാനി വരാത്ത രീതിയിലാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഗ്രാനിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ അവളെ ശല്യപ്പെടുത്താൻ വരത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നമ്മളെ പണി പാളാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും മാജിക് മുത്തശ്ശൻ്റെ പവറിൽ ഗ്രാനി നശിച്ചു പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇവിടെ നല്ല ദൂരമുണ്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് അങ്ങനെ നമ്മളാണെങ്കിലും മാൻസലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ മാജിക് മുത്തശ്ശനൊന്നും വെളിയിൽ കാണുന്നില്ല. ഇനി അകത്തോട്ട് ചെല്ലുമ്പോഴേക്കും കാർപോച്ചിൻ്റെ ആ ഒരു സൈഡിലെല്ലാം കാണാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം ഒരുപക്ഷെ നമ്മളെ മാജിക് മുത്തശ്ശൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഗ്രാനി അവരെ കൂട്ടത്തിൽ നമ്മളെ അടിച്ചു കൊല്ലാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ പേടി എൻ്റെ മനസ്സിലുണ്ട് ഗൈസ്. ഇവിടെയൊന്നും നമ്മൾ മാജിക് മുത്തച്ഛനെ കാണുന്നില്ലല്ലോ. പിഞ്ചാനെ പണി പാളിയോ എന്നാണൊരു ഡൗട്ട്. ചിലപ്പോൾ പറയാനേ പറ്റില്ല. നമ്മൾ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുമായിരിക്കും മാജിക് മുത്തശ്ശൻ. കഴിഞ്ഞ വട്ടം നമ്മൾ കണ്ടല്ലേ, നമ്മൾ വിചാരിക്കാതെ മാജിക് മുത്തശ്ശൻ നമ്മൾ ഫ്രണ്ടിൽ വന്ന് പെട്ടത്. അത് കണക്ക് മിക്കവാറും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. മാജിക് മുത്തശ്ശൻ വരുമോ ഗൈസ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാജിക് മുത്തശ്ശൻ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പുള്ളിക്കാരങ്ങനെ പറ്റിക്കാറില്ല. സോ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, എൻ്റെ മോനെ നമ്മളെ മാജിക് മുത്തച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഗൈസ്
മാജിക് മുത്തശ്ശൻ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കാണ്. അപ്പം എന്തായാലും മാജിക് മുത്തശ്ശ എന്താണ് പരിപാടിയും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇന്നത്തോടു കൂടി ആ ഗ്രാനിനെ നമുക്ക് ആടാ പൂട്ടണം. ചിന്താനി, ഈ ഒരു മാജിക് ചെയ്യുന്നതിന് ഒരു സമയമൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിപ്പോൾ തുടങ്ങാൻ പോവാണ്. ഇതിലെന്തായാലും അവൾ കുടുങ്ങാതിരിക്കത്തില്ല. വീട്ടിൻ്റെ അകത്തിരിക്കുന്ന ഗ്രാനി ഇതാ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ കളത്തിൻ്റെ അകത്ത് വന്ന് നിൽക്കും. നീ നോക്കിക്കോ, അത്രയ്ക്കും പവറുള്ള ഒരു മാജിക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഒരിക്കലും ഷിൻചാനെ അവള് ശല്യപ്പെടുത്തത്തില്ല. എൻ്റെ മോനെ ഗെയ്സ്, നമ്മളെ മാജിക് മുത്തച്ഛനാണെങ്കിലും മാജിക്കും കാലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ഗ്രാനി ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമെന്നാണ് എന്താടാ ചിഞ്ചാന, നീയാ കൂടി ഈ ഗ്രാനിനെ അങ്ങ് പൂട്ടാന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നും എന്നെ പൂട്ടാൻ പറ്റത്തില്ല. എന്റെ കയ്യിൽ ബോംബുണ്ടാ. ആ ബോംബിട്ട് നിന്നെ കൊല്ലും. നോക്കിയോ, നിന്നെ കൊല്ലും ഈ മാജിക് മുത്തച്ഛനെ കൂടി. ഇവനൊക്കെ എന്താ വിചാരിച്ചിരുന്ന? ഇവനൊന്നും എന്റെ പവർ എന്തുവാണെന്ന് അറിയത്തില്ല. ഇവനൊക്കെ മാജിക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കുടുങ്ങും വിചാരിച്ചോ. അങ്ങനെയൊന്നും പേടിച്ചോളുന്നവനല്ല ഈ ഗ്രാനി. പിന്നെ നീ ആ ഒരു ബോംബിട്ട് ഷിൻചാനെയും പിഞ്ചാനെയും എന്നെ ഒന്ന് കൊല്ലാൻ നോക്കും. നീ എന്തായാലും കൊല്ലാൻ നോക്കുവാണെങ്കിൽ ഇനി ഒരു 6 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു കളത്തിന്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. നിനക്ക് നടക്കാൻ പറ്റത്തില്ല, ഓടാൻ പറ്റത്തില്ല, എന്തിനീ വീടിന്റെ പുറത്തോട്ട് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാനാണ്. നീ ഇതൊക്കെ വല്ല കൊച്ചുള്ളവരെയും പറഞ്ഞ് മറ്റിച്ചാ മതി. ഞാനെന്തായാലും ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങുന്നതും ഇതിന്റെ അകത്തൂടെ തന്നെ ഞാൻ ഓടിച്ചാടി നടക്കുക. ഞാൻ എന്തായാലും നിനക്ക് കാണിച്ചു തരാം. ഇതെന്താണ് എനിക്ക് നടക്കാൻ പറ്റാത്ത ഫ്രണ്ടോട്ട് ഓടാനും പറ്റുന്നില്ലല്ലോ. നിങ്ങൾ എന്താണ് എന്നെ ചെയ്തത്? എന്നെ വെറുതെ വിട്. ഞാൻ എന്തായാലും ഇപ്പോഴത്തേക്ക് പോവാം. പിന്നെ ഫ്രാങ്ക്ലിനെയും മോട്ടും പത്തുരൂപയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ അകത്ത് മയക്കി കിടത്തേക്കണം. അവരൊരു 2-3 മീറ്റ് കഴിയുമ്പോഴേക്കും എന്തായാലും ഉണരുമായിരിക്കും. ഇതെല്ലാം ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞത്. എനിക്ക് ഇപ്പം വിശ്വാസമായ എന്റെ പവർ എന്തോ. ഇതിങ്ങനെ മാജിക് മുത്തച്ഛൻ വന്നുകൊണ്ട് തന്നെ നമ്മളെ ഗ്രാനിയൊക്കെ ആണെങ്കിൽ പേടിച്ച് ഓടി പോയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു വിഷയം ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരൊക്കെ സേഫ് ആണ്. അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക.